ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസലിൻ സുരേഷ്, മറ്റ് അഡ്മിൻസ് ആൻഡ് മെമ്പേഴ്സ് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ആരാധന വ്യത്യസ്തമാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നാം കണ്ടിട്ടുള്ള ആത്മാവിലെ ആരാധന ഇന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, നാളെ എന്ത് നടക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയിലാണ് നാം കടന്നു പോകുന്നത്. അത് വളരെ ദയനീയമായ ഒന്നാണ്. ജനം പേടിച്ച് നിർജീവമായ അവസ്ഥയെന്ന് നാം വായിച്ചിട്ടുണ്ട്. അന്ത്യകാല സംഭവമാണ് നാം ദിനവും കേൾക്കുന്നത്. അതെ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് നാം വായിക്കുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. യുദ്ധവും ക്ഷാമവും അവിടെ ഉണ്ടാകും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ അടുത്ത് നടന്ന പ്രളയക്കെടുതി പ്രിയരെ എല്ലാവരെയും വേദനിപ്പിച്ച ഒന്നാണ്. തിരുവചനം പറയുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞു കിടക്കുന്നു. സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു. ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു. പട്ടണങ്ങളിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് എഴുതിയിരിക്കുന്നു. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും, മൃതന്മാരെയും തെറ്റിക്കുമെന്ന് നാം വായിക്കുന്നു. പ്രിയരെ, ഈ നാളുകളിൽ നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ രക്ഷിപ്പാൻ ഉയരത്തിൽ ഒരു കിളിവാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഒപ്പം ബലമുള്ള ഒരു പട്ടണവും ഉയരത്തിലുണ്ട്. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമെന്നു പേർ. അതിൻ്റെ ഭംഗി വർണ്ണിക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന് വായിക്കുന്നു. പ്രിയരെ, കർത്താവിൻ്റെ വരവിന് പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കാം. യഹോവയിൽ ആശ്രയിക്കാം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ നിന്നെയും പഴി നീങ്ങിപ്പോകും. കഷ്ടതയുടെ നാളുകൾ ചുരുങ്ങും. മരണം ഉണ്ടാകില്ല. അത് സദാകാലത്തേക്കും നീങ്ങിപ്പോകുമെന്ന് നാം വായിക്കുന്നു. കോടി ദിനങ്ങൾ നാമോ അവനോട് കൂടെ വാഴും. അതുകൊണ്ട് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.